മുകളിലേക്ക് നമുക്ക് കയറി നോക്കാം. കോട മൂടിയിട്ട് ഒരു രക്ഷയില്ല. അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇതാണ് നമ്മുടെ എരുമപ്പാറയുടെ ഒരു വ്യൂ പോയിൻ്റാണിത്. നല്ല വെറ്റായി കിടക്കുന്ന പാറക്കല്ലാണ്. അപ്പോൾ വരുന്നവർ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ട്രക്ക് ചെയ്യേണ്ടത്. പൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് എയർപോർട്ടിൻ്റെ ദൃശ്യമൊക്കെ കാണാം. പക്ഷെ ഇപ്പോൾ കോട മൂടിയതുകൊണ്ട് വിസിബിലിറ്റി നന്നായി കുറവാണ്. ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ട്രക്ക് ചെയ്തിട്ടാണ് മുകളിലേക്ക് എത്തിയിട്ടുള്ളത്. കോട മൂടിയത് കൊണ്ട് വിസിബിലിറ്റി നന്നായി കുറവാണ്. നമ്മുടെ ഈ പുരാതനമായ ക്ഷേത്രത്തിൻ്റെ ബോർഡാണ് ഇവിടെ കാണുന്നത്. ശങ്കരനാരായണ ക്ഷേത്രം. നൂറ്റാണ്ടുകൾ ചരിത്രമുള്ളൊരു ക്ഷേത്രമാണിത്. കിതപ്പ് കൊണ്ട് സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകർ ക്ഷമിക്കണം. വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണത്. അതൊക്കെ സംരക്ഷിക്കാതെ പോയത് നമ്മുടെയൊക്കെ ഒരു നിർഭാഗ്യമാണ്. ഇതൊക്കെ വളരെ മനോഹരമായിട്ട് സംരക്ഷിക്കേണ്ട ഒരു ക്ഷേത്ര നിർമ്മിതിയാണ്. ഒരുപാട് നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുറേയേറെ ട്രക്ക് ചെയ്തിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് എത്തേണ്ടത്. ഇപ്പോൾ സമയം ഒരു 9:15 പുലർച്ചെ. അത്രയ്ക്ക് കോടാണവിടെ. നമുക്ക് താഴ്ഭാഗമൊന്നും അത്ര വിസിബിലിറ്റി ഇല്ലാത്ത രീതിയിലുള്ള കോടയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് നോക്കി, ഇതിൻ്റെ ഒരു മനോഹരമായ ദൃശ്യമാണ്. രാവിലെ അങ്ങ് മുകളിലുണ്ട്. രാവിലെ എത്ര വ്യക്തമായിട്ട് കാണാൻ കഴിയുമെന്നറിയില്ല. എന്താ അതിൻ്റെ മനോഹരം. അതിനനുസരിച്ച് ഒരു ഇളം കാറ്റും കോടയും നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൂടുതൽ കാഴ്ച മുകളിൽ പോയിട്ട് വളരെ ഭംഗിയോടുകൂടി നല്ല കൊത്തുപണികളൊക്കെ ഉള്ള കൽക്കെട്ടുമായിട്ടുള്ള ഒരു ക്ഷേത്രം. ആരും തിരിഞ്ഞു നോക്കാതെ അന്യാധീനപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അത് ഇവിടെ വർഷത്തിൽ ഉത്സവമൊക്കെ ഉണ്ടാവാറുണ്ട്. അന്ന് കുറേ തീർത്ഥാടകരൊക്കെ വരാറുണ്ട്. ധാരാളം കൊത്തുപണികളൊക്കെ ഉള്ള നല്ല പുരാതന ക്ഷേത്രമാണ്. നമുക്കിതിൻ്റെ ചരിത്രം പറയാൻ അറിയില്ല, എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ അറിയാം. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഓരോ കൽപ്പാളികളാണ് ഇതൊക്കെ. അത്രയ്ക്കും നൂറ്റാണ്ട് പഴക്കമുള്ള കുറേ ചരിത്രം പറയാനുണ്ട് ഇതിനൊക്കെ. നല്ല കാഴ്ചയാണ്. ഇവിടെ വരുമ്പോൾ ഈ ഇതുമായിട്ട് സംബന്ധിച്ച് വിശ്വാസമുള്ളവർക്ക് നല്ല ദൈവഭക്തി കിട്ടുന്ന ഒരു കാഴ്ചയാണ്. നമ്മളാ പഴയ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് സഞ്ചരിക്കുന്ന എന്താ പറയുക, നല്ലൊരു ഫീലിംഗ് ഇവിടെ വരുമ്പോൾ കിട്ടും. അത്രയ്ക്ക് മനോഹരമാണ് ഈ ഒരു നിർമ്മിതി. എന്തെല്ലാം കൊത്തുപണികളുണ്ട്. എനിക്ക് ഇതിൻ്റെ ചരിത്രം വിശദീകരിക്കാൻ അറിയില്ല. അതുമാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ബുദ്ധിമുട്ട്. ചരിത്രം അറിയുന്നവർക്ക് ഇത് നല്ലൊരു അറിവ് തന്നെയാണ്. ഇതിൽ പൂജയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ വിളക്കൊക്കെ ഉള്ളിൽ കാണാം. ഈ പാറക്കെട്ട് വെട്ടിയുണ്ടാക്കിയിട്ടുള്ള മനോഹരമായ ക്ഷേത്രമാണ്.
നല്ല കാറ്റാണ് കേട്ടോ. പൊളി സ്ഥലം. നല്ല കൽക്കെട്ടുകളുടെ ഒരു സ്റ്റെപ്പാണ്. ഇവിടെയൊക്കെ ഓരോ നിർമ്മിതിയുണ്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിർമ്മിതികളാണ്. ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക പ്രകൃതിയെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ. പ്ലാസ്റ്റിക്കൊക്കെ നല്ല പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. എന്നാലേ നമ്മളെ വരും തലമുറയ്ക്കെങ്കിലും ഇതൊക്കെ കാണാൻ കിട്ടും. പ്രകൃതിയെ നശിപ്പിക്കാതെ കാഴ്ച കണ്ട് പോവുക. ഇതാണ് നമ്മളെ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്, അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. കോട കൊണ്ടാണ് പൊതിഞ്ഞകും. അങ്ങ് ദൂരെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല, അത്രക്ക് കോടയാണ്. ഒരിക്കലെങ്കിലും സഞ്ചാരികൾ ഒന്ന് കാണേണ്ട ഒരു സ്ഥലമാണിത്. ഇതും നമ്മുടെ നൂറ്റാണ്ട് പഴക്കമുള്ള ക്ഷേത്രമാണ്. അതിൻ്റെ ഒരു ഭാഗമാണിത്. ഇതിപ്പോൾ പുതിയ നിർമ്മിതിയാണ് തോന്നുന്നത്. ആദ്യം കണ്ടത് പഴയ നിർമ്മിതിയാണ്. ഇവിടെയൊക്കെ ധാരാളം പ്ലാസ്റ്റിക് നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ മോശം ഏർപ്പാടാണ്. ഇത്രയും നല്ല നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല. വരും തലമുറക്കെങ്കിലും നമ്മളിതൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ്. കിതപ്പുകൊണ്ട് സംസാരം കിട്ടണില്ല. നമ്മളിവിടെ പിന്നെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഒരു സിഗ്നൽ കേന്ദ്രമുണ്ട്. കോട മൂടിയിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല. അത്ര മനോഹരമായിട്ട് ഇവിടുത്തെ ദൃശ്യങ്ങൾ. ഓരോ സഞ്ചാരി നമ്മളെ അടുത്തുള്ള ഈ സ്ഥലമൊക്കെ കാണാൻ വരണം. എന്തിനു വെറുതെ കോട കാണാൻ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാലൊക്കെ പോകുന്നു. ഈ കാഴ്ച തന്നെ കണ്ടാൽ മതി. അത്രക്ക് മനോഹരമാണ്. എയർപോർട്ട് സിഗ്നലാണ് ഈ കാണുന്നത്. ഇവിടുന്ന് നമുക്ക് നല്ലൊരു വൃക്ഷമൊക്കെ കാണാം. നമുക്കൊന്ന് താഴോട്ട് ഇറങ്ങി നോക്കാം എന്താ ഇവിടുത്തെ അവസ്ഥ. നല്ലൊരു വ്യൂ ആണ് കാണാൻ കഴിയുന്നത്. ഇത് നമ്മൾ ആദ്യം കണ്ട ക്ഷേത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. നിർമ്മിതിയൊക്കെ ഇവിടെ കുറേ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആരും സംരക്ഷിക്കാതെ ഇരിക്കുന്നതാണ് നമ്മൾക്ക് നിർഭാഗ്യം. രാഹുല് പാറക്കൂട്ടത്തിൽ ഇരുന്ന് വിശ്രമിക്കുകയാണ്. ഇത്രയും ട്രെക്ക് ചെയ്ത് കയറിയതല്ല, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം തീർക്കുകയാണ്. ഇവിടെ ധാരാളം സുഹൃത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ട്. റിലാക്സ് ചെയ്യാണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സംഭവമാണ്. നേരിട്ട് വന്ന് കാണുക തന്നെ വേണം. പാറ നല്ല വഴുക്കലുള്ള പാറയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകളും വളരെ സൂക്ഷിച്ച് വേണം വരേണ്ടത്. വഴുക്കി കഴിഞ്ഞാൽ പിന്നെ താഴേക്കായിരിക്കും പതിക്കുക. അഗാധമായൊരു ഗർത്തമാണ് അവിടെ.
ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ടാവും. എന്നാലും കോടക്ക് ഒരു കുറവില്ല. എരുമപ്പാറയുടെ ഈ ഒരു പാറക്കാണ് നമ്മൾ എരുമപ്പാറ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. നല്ല വഴുക്കലുള്ളൊരു പാറക്കെട്ടാണ്. വളരെ ശ്രദ്ധിച്ച് വേണം ഇവിടെ നിൽക്കേണ്ടത്, ഇല്ലെങ്കിൽ സ്ലിപ്പായിട്ട് അങ്ങ് താഴെ എത്തും. ഇവിടെ ഇരിക്കാനുള്ള 2-3 ചെയറൊക്കെ ഉണ്ട്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല. ഒരുപാട് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ഇവിടെയൊക്കെ നിക്ഷേപിച്ചിട്ടുള്ളത്. വളരെ മോശം ഏർപ്പാടാണ്. നമ്മൾ ഈ കാഴ്ച കണ്ട് ഇവിടുന്ന് മടങ്ങും. ഇനിയും വരും തലമുറക്കെങ്കിലും നമ്മൾ ഇതൊക്കെ ഒരു കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ വരുന്നവരെ വളരെ ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് കൊണ്ടുവരാം, അതുപോലെ നമ്മൾ അത് എടുത്തുകൊണ്ടുപോയി പ്രോപ്പറായിട്ട് അത് നിക്ഷേപിക്കണം. ഈ ഒരു പ്രകൃതിയിൽ നിക്ഷേപിക്കാതെ നമ്മൾ വീടുകളിലോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിൻ്റെയോ ഒക്കെ വേസ്റ്റ് ബിൻ ഉണ്ടാവുക, അതിൽ വളരെ മനോഹരമായിട്ട് നിക്ഷേപിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ പ്രകൃതിയെ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. ഈ ചെയറിൻ്റെ അങ്ങോട്ടേക്ക് നോക്കുക, എത്രയോ പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് കവറുകളും അതുപോലെ മറ്റു ഉൽപ്പന്നങ്ങളും വളരെ മോശം ഏർപ്പാടാണ്. നമ്മളെ ഈ തലമുറ കഴിഞ്ഞാലും വരും തലമുറക്കെങ്കിലും ഇതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം, എന്നാലും അവർക്കൊക്കെ ഇത് കാണണ്ടേ. ഇതൊന്നും മനുഷ്യകുമാരെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. ഇതൊക്കെ പ്രകൃതി നൂറ്റാണ്ടുകളോളം കാലക്രമേണ ഇങ്ങനെ വന്നുണ്ടായ സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. എന്ത് മനോഹരമാണ് ഇവിടുന്ന് നോക്കിയിട്ട് നമുക്ക് കാഴ്ചകൾ കാണുന്നില്ല. ഇത്രക്ക് കോടങ്ങനെ പാറാണ്, ഇത്രക്ക് വെറ്റാണ്. മുകളിലൊരു വെള്ളക്കുഴി ഉണ്ട്. രാവിലെ ഇപ്പോൾ അവിടുന്ന് മുഖവും കൈയൊക്കെ വാഷ് ചെയ്യാണ്. എയർപോർട്ടിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ് അവിടെ ഉള്ളത്. പക്ഷെ അത് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയണില്ല, അത്രക്ക് കോടയാണ്. ആ തണുപ്പ്, കാറ്റും അതിനനുസരിച്ച് കാറ്റും, സംസാരിക്കാനൊന്നും കഴിയണില്ല. ഇവിടുന്ന് ഞാൻ നോക്കിയാൽ എയർപോർട്ട് കാണേണ്ടതാണ്. അവിടെയൊക്കെ മലകളും മരങ്ങളുമാണ്. പക്ഷേ നിർഭാഗ്യവശാലല്ല, കോട കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. കോട നമുക്ക് അത് വേറൊരു മനോഹരമാണ്. പ്രകൃതിയിൽ കോട ഇങ്ങനെ കാണാറ്. കിതച്ചിട്ട് സംസാരം കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അങ്ങ് താഴേക്ക് അഗാധമായൊരു കൊക്കയാണ് കേട്ടോ. താഴെ നിന്ന് ഇങ്ങനെ കോട പൊങ്ങി വരിക. നമുക്ക് അവിടെ മുകളിൽ എയർപോർട്ടിൻ്റെ സിഗ്നലുണ്ട്, അങ്ങോട്ടൊന്ന് കയറി നോക്കണം. അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതാ പ്ലാസ്റ്റിക് ആണ് ഇവിടെ വരുന്ന ഓരോ ആളുകളും ഇവിടെ തന്നെ നിക്ഷേപിച്ച് പ്രകൃതിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഒരു മോശം പ്രവണതയാണ്. ഇവിടെ നമ്മൾ ചെറിയ പാക്കറ്റ് ഉൽപ്പന്നങ്ങളും വാട്ടർ ബോട്ടിലുകൾ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ തന്നെ നിക്ഷേപിച്ചിട്ട് ആകെ വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. എന്തായാലും നമുക്ക് ഇതിലൊക്കെ ഒരു മാറ്റം വരണം. ഇനിയും വരുന്ന സഞ്ചാരികളെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വരും തലമുറക്ക് ഇതൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്, പ്ലാസ്റ്റിക് നമ്മൾ ഇങ്ങനത്തെ പ്രകൃതിയിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അവ കൊണ്ടുവരണമെങ്കിൽ തന്നെ അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യണം. ഈ പാറയൊക്കെ നല്ല വഴുക്കലുള്ള ഒരു പാറയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വരും വേണം. ഫാമിലി ആയിട്ടൊക്കെ വരാം, പക്ഷേ ട്രെക്ക് ചെയ്യണം. ചെറിയ കുട്ടികളും മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. എങ്കിലും മുകളിൽ എത്തിയാൽ നല്ല മനോഹരമായിട്ടുള്ള, ഇപ്പോൾ കോട താഴെ മാറി കുറച്ച് വിസിബിലിറ്റി ആയി വന്നിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. താഴെ റോഡൊക്കെ അങ്ങിങ്ങായി തെളിഞ്ഞു വരുന്നുണ്ട്. തെങ്ങിൻ തോപ്പുകളാണ്. അവിടെ ദൂരെ നമുക്ക് മല തെളിഞ്ഞു വരുന്നുണ്ട്. എയർപോർട്ടിൻ്റെ ഒരു ദൃശ്യമാണ് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. ഒന്നുകൂടി തെളിയാണ്ട്, എന്നാലേ കാഴ്ച വളരെ മനോഹരമായി ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്.
റൺവേ ഒക്കെ എത്രത്തോളം ക്ലിയറായി കാണുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നില്ല. ചെറിയ രീതിയിൽ കോട ഇപ്പോഴും ഉണ്ട്. നമുക്ക് അടുത്തൊരു കാഴ്ച കാണാൻ അങ്ങോട്ട് മുന്നോട്ട്. ഇവിടെ എയർപോർട്ടിൻ്റെ സിഗ്നൽ ഉണ്ട്, കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ സിഗ്നൽ ഇതിന് മുകളിൽ. നമുക്ക് അങ്ങോട്ടൊന്ന് കയറി നോക്കാം. ഇതാണ് ഇവിടുത്തെ പ്ലാസ്റ്റിക് നിക്ഷേപം. വരുന്ന സഞ്ചാരികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്ലാസ്റ്റിക്. പ്രകൃതിയെ എത്രയേറെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. ഒന്നുകൂടെ മുകളിലേക്ക് കയറാണ്. കോട കുറച്ച് നീങ്ങിയിട്ടുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അതിന് മുകളിൽ. നല്ല അത്യാവശ്യം കുളിരുണ്ട്. രാഹുലാണ് അവിടെ കാഴ്ച കണ്ടിങ്ങനെ നിൽക്കുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള കോട രണ്ടാമത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളാ പുരാതന ക്ഷേത്രം ഉണ്ടല്ലോ, അതിനൊക്കെ ഒരുപാട് ചരിത്രമുള്ളൊരു ക്ഷേത്രമാണ്. വർഷം തോറും നല്ലൊരു എന്താ പറയുക ഉത്സവമൊക്കെ ഇവിടെ അരങ്ങേറുന്നുണ്ട് ആ ക്ഷേത്രത്തിൽ. നമ്മൾ ആദ്യം കണ്ട ക്ഷേത്രത്തിൽ അന്നൊക്കെ ധാരാളം തീർത്ഥാടകർ ഇവിടെ വരാറുണ്ട്. എന്തായാലും നമ്മളെ കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഹലോ, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ എരുമപ്പാറ വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ തിരുവോണമല ക്ഷേത്രം, അതിൻ്റെ വ്യൂ പോയിൻറ്റും നല്ല മനോഹരമായ ദൃശ്യമല്ലേ? നല്ല കാറ്റാണ് കേട്ടോ. കാറ്റ് കൊണ്ട് സൗണ്ട് ക്ലാരിറ്റി എത്ര ഉണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോയുമായി ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് നമുക്ക് ലോങ് യാത്രകളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ചെറിയ ചെറിയ യാത്രകളൊക്കെ എടുത്ത് അതിൻ്റെ ദൃശ്യമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ ഇക്ബാൽ.